മുത്തോളീസ ഈ കർമ്മ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അല്ലേ? വേണ്ട അങ്ങനെ പറയണ്ട. ഈ കുട്ടീനെ ഞാൻ ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന് നാട്ടിലേക്ക് കൊണ്ടുവന്നതാണ്. അപ്പോൾ ആ സമയത്ത് നമ്മളെ സർവീസിനെ കുറിച്ച് ഒരു റിവ്യൂ തരുമോയെന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് ചേട്ടാ ഞാൻ ഇപ്പോൾ ഉറങ്ങി എണീച്ചിട്ടുള്ളൂ, എനിക്ക് ക്ഷീണമാണ് ചേട്ടാ, ഇപ്പോൾ റിവ്യൂ തരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നെ അവോയ്ഡ് ചെയ്തു. പക്ഷെ ആ ബസ്സിൽ കയറിയ സമയത്തിന് ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു. എന്താ പറഞ്ഞിരുന്നേ? സാധനങ്ങളൊന്നും വെച്ച് വറക്കരുത്. ഒന്നും വെച്ച് വറക്കരുത്. കേട്ടോ, ഈ ഒരു ഫോൺ ഐഫോണ് മറന്നു വെച്ച് പോയി. അപ്പോൾ അത് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ട് ഇപ്പോൾ അത് കൊടുക്കുകയാണ്. കുറിച്ചോളി, കിട്ടില്ലേ? സന്തോഷമായില്ലേ? ഓക്കെ. ഒരു റിവ്യൂ ഞാൻ അവരോട് ചോദിച്ചാണ് അന്ന് ഞങ്ങളെ സർവീസിനെ കുറിച്ച് ഒരു റിവ്യൂ. അപ്പോൾ തന്നില്ല. അപ്പോൾ പഠിച്ചവനായിട്ട് തന്നൊരു വഴിയാണിത്. അപ്പോൾ ഇപ്പോൾ റിവ്യൂ പറയും ഞങ്ങളുടെ സർവീസിനെ കുറിച്ച് 2 വാക്ക്. സർവീസിനെ പറ്റി പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇന്നലേക്ക് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ നല്ല ടയേർഡ് ആയിരുന്നു. കാരണം ട്രാവലൊക്കെ ചെയ്ത് വന്ന് ഫുള്ള് അലമ്പ് കോലത്തിൽ ഇതിനകത്തോട്ട് റിവ്യൂ പറയാതിരുന്നത്. പക്ഷെ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. കാരണം ഞാൻ ഫ്ലൈസ് ചെയ്യാനൊക്കെ ഓൾറെഡി അവർ എങ്ങനെ ഫ്ലൈസ് ചെയ്യാനെത്തി? ഞാനൊരു 11 ഞാൻ കറക്റ്റ് കൗണ്ട് ചെയ്തത്. ഞാൻ ഒരു 11 ടീമിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ 11 ടീമിനെ കോൺടാക്ട് ചെയ്തതിന് ശേഷം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആളുടെ റീല് ഞാൻ കണ്ടതാണ്. അപ്പോൾ ആളുടെ റീല് കണ്ട് അപ്പം തന്നെ ഞാൻ കോൺടാക്ട് ചെയ്തപ്പോൾ ഏറ്റവും ലോവസ്റ്റ് പ്രൈസിൽ ആക്ച്വലി ഇതിന് ബ്രേക്ക്ഫാസ്റ്റ് ബാക്കി കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. പക്ഷേ ബസ് ടിക്കറ്റ് ഇൻക്ലൂഡഡ് ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ ആ ഒരു പ്രൈസിന് നമുക്ക് ഈ ഒരു സിറ്റുവേഷനിൽ വരിക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമായിരുന്നു. അവർ ചെയ്തത് നല്ല കാര്യമാണ്.